ഇന്നത്തെ റെസിപ്പി ബേബി പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചെറിയ ഉരുളക്കിഴങ്ങില്ലേ, കടകളിലൊക്കെ കാണാൻ പാടില്ല, കുഞ്ഞു ഉരുളക്കിഴങ്ങ് വന്ന് കിടക്കുന്നത്, അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് ദമ്മാലു എന്നാണ് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കിട്ടിയില്ല എങ്കിൽ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് വലുതാണെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 4 കട്ട് ചെയ്തിട്ട് ഇച്ചിരി വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തണ്ടൂരി റൊട്ടി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. അപ്പം നമുക്ക് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഞാനൊരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് താഴെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് വേകണ്ട, ഒരു 60-70% വെന്താൽ മതി, ഒത്തിരി വെന്ത് പോകരുത്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കട്ടെ. ഇനി ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 3 മീഡിയം സൈസ് സവോള ഞാൻ എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി, ഒരു 8-10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒന്ന് തൊലി പൊളിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതിലെല്ലാം ഒന്ന് കുത്തി കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ മസാല നന്നായിട്ട് പിടിക്കാനാണ് ഉള്ളിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കാം. ഇതിങ്ങനെ തിരുമ്മി ഒരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ നല്ലതാണ്. എല്ലാം മസാലകളെല്ലാം നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മാക്സിമം ഓയിൽ കുറച്ചിട്ട് തന്നെ ഉണ്ടാക്കാം. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ചെറിയൊരു ഗോൾഡൻ കളറാവുന്നിടം വരെ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി വെക്കാം. ഇതേ എണ്ണയിലേക്ക് തന്നെ ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഇത് 3 കൂടെ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സവോള, തക്കാളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയുടെ തണ്ട് അരിഞ്ഞതും കൂടെ വഴറ്റുന്നുണ്ട്. മല്ലിയിലയുടെ തണ്ട് എപ്പോഴും ഗ്രേവിക്ക് നല്ലതാണ്. ആരും മല്ലിയിലയുടെ തണ്ട് കളയേണ്ട കാര്യമില്ല. ഒരുപാട് സമയം വഴറ്റേണ്ട കാര്യമില്ല. തക്കാളി ഒന്ന് നല്ലപോലെ സോഫ്റ്റ് ആയാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത്രയും മതി. ഇതൊന്ന് തണുത്ത് കഴിയുമ്പം അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പം അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണേൽ അരച്ചെടുക്കാവേ. കുറച്ചൊന്ന് ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല, ഗ്രേവി നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഡ്രൈ മസാലകളെല്ലാം കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം, 2 ബേ ലീഫ്, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മസാലകളൊക്കെ ചേർക്കാൻ, എല്ലാം കരിഞ്ഞു പോവും. ഇത് എണ്ണ തെളിയുന്നിടം വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, പെട്ടെന്ന് തന്നെയാകും. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച് ആ ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റാം. ഞാൻ കുറച്ച് ക്യാഷ്യൂനട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് വെളുത്ത എള്ളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാം. ക്യാഷ്യൂനട്ടിന് പകരമായിട്ട് ബദാമും ചേർക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഇനി ഇത് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അധികം പുളിയില്ലാത്ത ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട്. പുളി അനുസരിച്ച് തൈര് ചേർക്കാം, 2-3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെയ്യണേ. തൈര് ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ പിരിഞ്ഞു പോകും. നമ്മൾ ഗ്രേവിയിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മൾ തവി വെച്ചൊന്ന് വലിക്കുമ്പോഴത്തേക്കും പാനിൻ്റെ അടിവശം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതിൻ്റെ അർത്ഥം മസാല ആയി എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങും 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇപ്പോഴാണ് ഞാൻ ഒഴിക്കുന്നതിലേക്ക്. ഈ ഒരു കറി ഒരുപാട് തിക്കും ആയിരിക്കില്ല, എന്നാൽ ഒരുപാട് ലൂസും ആയിരിക്കില്ല. അതനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇപ്പോൾ ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പൊടിച്ചതും കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടറും ക്രീമും ഒക്കെ കഴിക്കാൻ പറ്റുന്നവർക്ക് കൂടുതലായിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടാകുമ്പം കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ദമ്മാലു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്